എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാനൊരു ലഞ്ചിൻ്റെ പരിപാടിയാണ്. ഇന്നലെ ഞാനൊരു കൊഞ്ച് ഫ്രഷ് ഹോം എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അതിൽ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായേ. കുറച്ച് കൊഞ്ച് 1 കിലോ കുറച്ച് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഹസ്ബൻഡിന് സുഖമില്ലാത്തതുകൊണ്ട് ഇത് നോൺ വെജ് ഒന്നും പറ്റില്ല. അപ്പം കുട്ടിയൊക്കെയാണെങ്കിൽ നിർബന്ധമാണ്, അതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ കുറച്ചങ്ങ് ഞാൻ ഈ ഐസ്ക്രീം ബോട്ടിൽ എടുത്ത് വെച്ചത്. പിന്നെ ഇത് കഴുകി ക്ലീൻ ചെയ്ത് പിന്നെ ഒരു കറി ഉണ്ടാക്കണം. പിന്നെ ചെറിയ മോൻ മീൻ കറി അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ, അതുകൊണ്ട് അവന് സാമ്പാർ ഉണ്ടാക്കണം. പിന്നെ കുറച്ച് കൊഞ്ച് ഫ്രൈ ചെയ്യണം. പിന്നെ ഒരു പാവയ്ക്കയും ക്യാരറ്റും കൂടി ഒരു തോരനും. ഇതാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ ഈ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ വഴുതിനിയുണ്ട്, ഒരു ഇളവൻ്റെ ഒരു ചെറിയ കഷ്ണമുണ്ട്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങിട്ട് തക്കാളി ഇട്ടു, പിന്നെ വെണ്ടക്ക. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, വലിയ കഷ്ണമൊന്നുമില്ല. ഉള്ളതുകൊണ്ട് നമുക്ക് റെഡിയാക്കാമല്ലോ. അങ്ങനെ അത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പം നമ്മൾ നാട്ടിലൊക്കെ വറുത്തരച്ചിട്ടാണ് അധികം വെക്കുക. അപ്പോൾ ഇത് മിക്സിയിൽ പൊടിച്ചെന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊപ്ര ഉണ്ടായി. അപ്പോൾ അതാകുമ്പോൾ വേഗം അങ്ങ് ഫ്രൈ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മിക്സിയിൽ നിന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇടുന്നത്. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് വെക്കുന്നുണ്ട്. ചോറ് അവിടെ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുന്നുണ്ട്. പിന്നെ ചോറ് വെച്ചാൽ പിന്നെ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് അരിയും കഴുകിയിടുന്നുണ്ട്. കുറച്ച് പണി അധികമാണല്ലോ, 2 കറി വെക്കണം, അപ്പോൾ കുറച്ച് പണി അധികം. അപ്പം ഞാനത് പിന്നെ വറുത്ത സാമ്പാറിൻ്റെ അരക്കാൻ കൊണ്ടുവന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പുളി ഒഴിച്ചു. പിന്നെ വെണ്ടക്ക പിന്നെ ലാസ്റ്റാണ് ഇടുന്നത്. ഫസ്റ്റ് ഞാൻ ഇതൊക്കെ ഇട്ട് ഒരു വിസിലടിക്കും, ഉള്ളിയും ഒക്കെ ഇട്ടിട്ട്. എന്നിട്ട് ഇത് നല്ലോണം പിന്നെ വറുത്തിടുന്നത് പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ചെയ്യുക. കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കുറച്ച് നമ്മുടെ കായവില്ലേ അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ വറവായി ചെയ്യുക. അപ്പം നല്ല മണമായിരിക്കും. അപ്പം മീനെടുക്കാം. ഇനി മീൻ കുറച്ച് കറിയേ വെക്കുന്നുള്ളൂ കേട്ടോ. അവന് മാത്രമേ മൂത്തക്ക് മാത്രമേ വേണ്ടൂ കേട്ടോ. അപ്പം അതിൽ ഒരു കഷ്ണം മാങ്ങയും ലേശം പുളിയും, അങ്ങനെയാണ് ഞങ്ങളെ പരിപാടി. ഇതൊക്കെ അമ്മയുടെ റെസിപ്പിയാണ്, അതേപോലെയാണ് ഞാനും അനുകരിക്കുക. അങ്ങനെ പച്ചമുളക്, തക്കാളി, മാങ്ങ, പിന്നെ കുറച്ച് പുളി ഒഴിച്ച് ഇങ്ങനെയാണ് കറി വെക്കുക. പിന്നെ അതിന് തേങ്ങ അരക്കണം കേട്ടോ. നമ്മൾ തേങ്ങ അരച്ചിട്ട് അധികം കറി വെക്കുക. പച്ച തേങ്ങ തന്നെ വറുക്കുകയും ചെയ്യാണ്ട് അങ്ങനെയാണ് കറി വെക്കുക. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറി എന്ന് പറയുന്നത്. പിന്നെ മുളകിടുന്നതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷേ ഇതാണ് നമുക്ക് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് നല്ലോണം പെരക്കി കൈ കൊണ്ട് പുരട്ടി എന്നാൽ നിങ്ങൾ പുരട്ടി അതിനുശേഷം പിന്നെ നമ്മുടെ പുളി ഒഴിക്കാം. സാമ്പാറിൽ ഒഴിച്ച പുളി ബാക്കിയുണ്ടായേ, അതുകൊണ്ട് പുളി പുതിയത് എടുക്കേണ്ടി വന്നില്ല. ഇതൊന്ന് സിമ്മിൽ ഞാനൊരു കുറച്ച് നേരം ഒന്ന് വേവിക്കും, കാരണം കുറച്ച് വണ്ണമുള്ള കൊഞ്ചനല്ലേ. അപ്പം നല്ലോണം വേവട്ടെ എന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്. അപ്പം പിന്നെ അരച്ചതനുസരിച്ച് ഇഞ്ചി ഇട്ടു, തേങ്ങ, പിന്നെ മുളക്, കുറച്ച് മഞ്ഞൾ, ഇതൊക്കെ ഇട്ടിട്ടാണ് വരക്കുന്നത്. കുറച്ച് പുളിയും ഒഴിക്കും കേട്ടോ. പിന്നെ വറുക്കാനുള്ളത് കുറച്ച് ഉപ്പിട്ട് മുളക്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇങ്ങനെയാണ് കൊഞ്ച് വറുക്കുന്നത്. അതിനിടയ്ക്ക് അതും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം പെട്ടെന്ന് ചെയ്താലേ നമുക്ക് സമയമാകുമ്പം ഭക്ഷണം ആകത്തുള്ളൂല്ലോ. കറിയുണ്ടോ? നല്ല കറിയാണ്, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു ഞാൻ പറഞ്ഞില്ലേ ക്യാരറ്റിൻ്റെ ഒരു തോരൻ, അത് റെഡിയാക്കിയാണ്. അതൊക്കെ പെട്ടെന്ന് കഴിയും, എന്നാലും ഒക്കെ അരിഞ്ഞിടുകയും ഒക്കെ പണി തന്നെയാണ്, ഒറ്റയ്ക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഇതൊക്കെ പണിയാണ്. പിന്നെ കൊഞ്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്. കൊഞ്ച് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, ചെറിയാൾക്കും ഇഷ്ടമാണ്. അപ്പം ഇത് പാവയ്ക്കായി, കൊഞ്ച് ഫ്രൈ ആയി. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.